ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു മത്തി അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു ഉരുളി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉലുവ ഇതെല്ലാം പൊട്ടി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇലോട്ട് നല്ലോണം വഴറ്റി അത് കഴിഞ്ഞതും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം നമ്മളതൊന്ന് എണ്ണേൻ്റെ ഇത് ഈർപ്പമൊന്നും ഇല്ലാണ്ട് നല്ലോണം അതൊന്ന് വറുത്തെടുക്കുക. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. ഈ ആപ്പിൽ നമുക്ക് വേണ്ടുന്ന വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് മുളക് പൊടി എത്ര മത്തിയുണ്ടോ അതിനാവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന അതിൻ്റെ കുത്ത് മാറുന്ന രീതിയിൽ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് വിനാഗിരിയാണ്. അപ്പം ഞാനിവിടെ 1/4 ലിറ്റർ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി കൂടുതലും ആവരുത്, അതൊരു ചുവ ഉണ്ടാവും വിനാഗിരീൻ്റെ. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം അതൊന്ന് വറുത്ത് കൊടുക്കുക ചൂടിൽ തന്നെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിക്കാം. നിങ്ങൾക്ക് അധികം പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് ഒഴിച്ചോ കേട്ടോ. അപ്പോൾ ആ വിനാഗിരി ഒഴിച്ചിട്ട് പിന്നെ നമുക്കതിൽ നല്ലോണം കട്ടിയായി അത് അച്ചാറിൻ്റെ ഒരു ഗ്രേവി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം പറഞ്ഞാൽ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് വെള്ളത്തിലൊഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് അച്ചാറാക്കി വെച്ച പിന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ, ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ആ ഗ്രേവി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ മത്തി പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. അത് നമുക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. നമ്മളെ മത്തി അച്ചാർ ഇവിടെ നല്ല ഇതിൽ ആയിട്ടുണ്ട്. അപ്പം നമ്മളതൊന്ന് തണിഞ്ഞിട്ടാവുമ്പോൾ ബോട്ടിലിട്ട് സൂക്ഷിക്കട്ടെ. താങ്ക് യു.